തൃക്കേട്ട നാളുകാർ ശുദ്ധഗതിക്കാരും ഹൃദയചാഞ്ചല്യമുള്ളവരുമായിട്ടാണ് കണ്ടുവരുന്നത്. എന്നാൽ ഇവരുടെ ഭാവനയിൽ അതൊന്നുമുള്ളവരായി തോന്നുകയില്ല. മനഃശക്തിയിൽ ഗംഭീരന്മാരും കഴിവിലും മിഴിവിലും അതുല്യരുമാണെന്നുമായിരിക്കും ഇവരുടെ ഭാവമെങ്കിലും യാഥാർത്ഥ്യം അങ്ങനെയല്ല. വിഷമം പിടിച്ച കാര്യങ്ങൾ സഹിക്കാനോ വഹിക്കാനോ ഇവർ അശേഷം കഴിവുള്ളവരല്ല. സംഭാഷണങ്ങളിലുമുണ്ടൊരു പ്രത്യേകത. തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളായാൽ പോലും ഉള്ള കാര്യം ആരോടെങ്കിലും പറഞ്ഞവസാനിപ്പിക്കാതെ ഇവർക്ക് ഉറക്കം വരികയില്ല. പെരുമാറ്റവും സംഭാഷണവും നടപ്പും കണ്ടാൽ ഇവർ വലിയ തണ്ടന്മാരാണെന്ന് പ്രഥമ ദൃഷ്ട്യാ തോന്നിപ്പോകും. പക്ഷേ ഇവരോട് അടുത്തിടപെടുമ്പോഴല്ലേ കാര്യം മനസ്സിലാകുന്നത്. ആരും പശ്ചാത്തപിക്കത്തക്കവണ്ണം കഴമ്പില്ലാത്ത പ്രകൃതക്കാരാണ് ഇവരെന്ന് ഇടപെടുമ്പോൾ ആർക്കും മനസ്സിലാകും. ഈ നാളുകാർ പ്രായേണ നല്ല ആരോഗ്യവാന്മാരും ചൈതന്യമുള്ള മുഖശ്രീയോടു കൂടിയവരുമായിരിക്കും. ചില പ്രത്യേക ആദർശങ്ങളെല്ലാം ഇവർക്കുണ്ടായിരിക്കും. ആരെയും വഞ്ചിക്കുവാനോ കുടുക്കിലകപ്പെടുത്തുവാനോ ഇവർ അശേഷം ഇഷ്ടപ്പെടുന്നില്ല. അത്തരക്കാരോട് വെറുപ്പേ ഇവർക്കുണ്ടായിരിക്കുകയുള്ളൂ. ഇവരിൽ ഭൂരിപക്ഷം ആളുകളുടെയും പല്ലുകൾക്കൊരു പ്രത്യേകതയുണ്ടായിരിക്കും. അല്പം അകന്നതോ ഉന്തി നിൽക്കുന്നതോ അതുമല്ലെങ്കിൽ നിറവ്യത്യാസമുള്ളതോ ആയ പല്ലുകളെ കൊണ്ട് ഇവർ ദന്തവൈകൃതമുള്ളവരായിരിക്കും. ഇടംപല്ലുകൾ ഉണ്ടായെന്നു വരും. കൂടെയുള്ള പനി, പീനസം, നീരിളക്കം, മൂക്കുവാർച്ച മുതലായവ, ശ്വാസകോശം, ഉദരം ഇവയെ സംബന്ധിച്ചിടത്തോളം തീരെ ശ്രദ്ധയുള്ളവരായിരിക്കുകയില്ല. ഇവരെക്കൊണ്ട് പഥ്യം ആചരിപ്പിക്കുക എന്നുള്ളതും പ്രയാസമേറിയ കാര്യമായിരിക്കും. തൃക്കേട്ട നാളുകാർ അധികവും മുൻകോപികളായിട്ടാണ് കണ്ടുവരുന്നത്. നിർബന്ധശീലവും സ്വാതന്ത്ര്യേച്ഛയും ഇവരുടെ ജീവിത പുരോഗതിയെ പലപ്പോഴും തടഞ്ഞു വയ്ക്കുന്നു എന്നതാണ് ഒരു വിശേഷം. ആരു തന്നെ പറഞ്ഞാലും സ്വന്തം ഹിതമനുസരിച്ചല്ലാതെ ഇവർ യാതൊന്നിനും വഴങ്ങിക്കൊടുക്കുകയില്ല. അത്തരം കാര്യങ്ങളിൽ ഒരു പക്ഷേ നേരിടാവുന്ന ദുഷ്ഫലങ്ങളെ ഇവർ മാന്യമായി അനുഭവിച്ചു കൊള്ളും. ഇവരിലുള്ള ദ്രുതഗതി മാറ്റിയിട്ട് സാവകാശം സ്വയം ആലോചിച്ച് പ്രവർത്തിക്കുന്ന പക്ഷം ഇവരെപ്പോലെ ബുദ്ധിമാന്മാരും നയശാലികളുമായി അധികമാരും ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ ചില ആദർശങ്ങളുടെ പേരിൽ പെട്ടെന്നുള്ള ക്ഷോഭത്തിനു വിധേയരായി സ്ഥലകാല പരിഗണനയോ സന്ദർഭമോ ഒന്നും നോക്കാതെ കേവലം സാഹസികമായി ഇവർ ചിലപ്പോൾ പ്രവർത്തിച്ചു പോകാറുണ്ട്. ആത്മാഭിമാനത്തെ സ്പർശിക്കുന്ന കാര്യങ്ങൾ വന്നുകൂടുമ്പോഴാണ് ഇവരുടെ നിലപാടേ മാറുന്നതും വികാരാവേശങ്ങൾക്ക് വിധേയരായി തീരുന്നതും. എത്ര തന്നെ ഉപകാരം ചെയ്തിട്ടുള്ളവരെയും ബഹുമാനിക്കേണ്ടവരെയും തൃണസമാനം കണക്കാക്കി ഇത്തരം സന്ദർഭങ്ങളിൽ സംസാരിക്കാനും പെരുമാറാനും ചെയ്യാൻ മടിയില്ല. ഇവർക്ക് ബന്ധുക്കളെ കൊണ്ട് കാര്യമായ യാതൊരു പ്രയോജനവും സിദ്ധിക്കുന്നില്ല. സ്വജനങ്ങളെ കൊണ്ടും അപ്രകാരം തന്നെ. ഇവരുടെ എല്ലാം വെറുപ്പിനും വിദ്വേഷത്തിനും ഇവർ പലപ്പോഴും പാത്രീഭവിക്കാറുണ്ട്. മാതൃസൗഭാഗ്യവും സഹോദരങ്ങളെ കൊണ്ടുള്ള സഹായ സഹകരണവും ഇവർക്ക് താരതമ്യേന കുറവായിരിക്കും. പലപ്പോഴും ഇവർ ശത്രുക്കളായും തീരാറുണ്ട്. ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ജീവിത രീതിയും മനോഭാവവും ഇവർ കൈക്കൊള്ളുന്നു എന്നതാണ് ഇതിനു കാരണം. പല വിധത്തിലുള്ള പരിവർത്തനങ്ങൾക്കും ഇവർ വിധേയരാകുന്നു. സ്വദേശവും സ്വകുടുംബങ്ങളും വിട്ടു താമസിക്കേണ്ടി വരുന്നു. മിക്കവാറും സ്വന്തം പരിശ്രമം കൊണ്ടുള്ള ജീവിത പുരോഗതിയാണ് ഇവർക്കുണ്ടാകാറുള്ളത്. പ്രവൃത്തി രംഗങ്ങളിൽ ഇവർ പരാജിതരല്ല. അസാമാന്യമായ കഴിവും അതിശയനീയമായ സാമർഥ്യവും ഇവർക്ക് ജന്മസിദ്ധമാണ്. എങ്കിലും ഗുണദോഷ ചിന്ത കൂടാതെ ഏത് കാര്യങ്ങളെക്കുറിച്ചും ഇവർ പെട്ടെന്ന് തീരുമാനമെടുക്കുന്നവരായതുകൊണ്ട് ഒരേ പ്രവർത്തനത്തിൽ അവർ ഉറച്ചു നിൽക്കാതെ മാറി മാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്നുണ്ടാകാവുന്ന മനഃക്ഷോഭത്തെ നിയന്ത്രിക്കാനാണ് തൃക്കേട്ട നാളുകാർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവർ ലഹരി ഉപയോഗിച്ചാൽ അത് പിന്നീട് നിയന്ത്രണാധീനമല്ലാതെ വരാനും പല അനർത്ഥങ്ങൾക്കിടവരുത്താനും സംഗതിയാകും. ഇത്തരത്തിലെല്ലാമുള്ള കാര്യങ്ങളെ കടിഞ്ഞാണിട്ട് നിർത്തുവാൻ കഴിവുള്ള ഒരു ഭാര്യയായിരിക്കും അധികവും ഇവർക്ക് കിട്ടുന്നത്. അങ്ങനെ വിവാഹ ജീവിതം തികച്ചും ഇവർക്ക് സംതൃപ്തിജനകമായിരിക്കും. മനസ്സിന് ചേർന്നതും ഭരണസാമർഥ്യമുള്ളതും സാധു സ്വഭാവിയുമായ ഒരു ഭാര്യ ഈ നാളുകാരുടെ സ്വതന്ത്ര ജീവിതത്തിന് വളരെ സഹായകരമായിരിക്കും. ഭാര്യയുടെ ആരോഗ്യക്കുറവോ അടിക്കടിയുള്ള വേർപാടോ കൊണ്ട് കുടുംബജീവിത സുഖത്തിന് അല്പം കുറവ് വരാമെന്നിരിക്കലും ഇവരുടെ ദാമ്പത്യ ജീവിതം തികച്ചും തൃപ്തികരമായിരിക്കും. ഏതാണ്ട് 50 വയസ്സുവരെ ഇവരുടെ പരിശ്രമത്തിന് അനുഗുണമായ ഫലപ്രാപ്തി ഉണ്ടാകുന്നില്ല. ജയത്തിൻ്റെയും അപജയത്തിൻ്റെയും കാറ്റുകൾ ഇതിനകം ഇവർക്ക് മാറി മാറി വീശിക്കൊണ്ടിരിക്കും. പ്രായേണ 18 വയസ്സിന് മേൽ ഒരു സ്വതന്ത്രമായ ജീവിത രീതി ഇവർ കൈക്കൊള്ളുന്നു. 18നും 26നും മധ്യേ പല വിധത്തിലുള്ള പ്രയാസങ്ങളും ജീവിത വൈഷമ്യങ്ങളുമായി ഇവർക്ക് മല്ലിടേണ്ടി വരുന്നതാണ്. 27 വയസ്സ് മുതൽ അല്പാൽപമായ പുരോഗതി സിദ്ധിക്കുമെങ്കിലും 50 വയസ്സുവരെ പ്രതിബന്ധങ്ങളെയും പ്രാതികൂല്യങ്ങളെയും ഇവർക്ക് കൂടെ തരണം ചെയ്യേണ്ടതായി വന്നുകൂടുന്നു.
ന്യായമായി പ്രതീക്ഷിക്കാവുന്ന സ്വസ്ഥമായ ഒരു ജീവിതമാർഗം ഇവർക്ക് 50 വയസ്സിനു മേലായിരിക്കും സിദ്ധിക്കുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് മിക്കവാറും ഈ ഫലങ്ങളെല്ലാം ഉണ്ടായിരിക്കുമെങ്കിലും മറ്റു പല ദുരനുഭവങ്ങൾ കൂടി കാണുന്നുണ്ട്. ഇവയിൽ അധികം പേർക്കും ജീവിതത്തിലെ സൗഭാഗ്യ മൂല്യങ്ങൾ കുറഞ്ഞേ ഇരിക്കുകയുള്ളൂ. ദാമ്പത്യബന്ധം തന്നെ മിക്കവാറും ശൈഥില്യമായി തീരുന്നു. ഒന്നുകിൽ വന്ധ്യാത്വം, സന്താനശൂന്യത, അതല്ലെങ്കിൽ സന്താന മരണദുഃഖം, അഥവാ ഭർത്താവ് തനിക്ക് അനുകൂലനല്ലാതെ തീരുക തുടങ്ങിയ ഏതെങ്കിലും വിധത്തിൽ തിക്തങ്ങളായ ജീവിതാനുഭവങ്ങൾ ഇവരിൽ കൂടിയിരിക്കുന്നതായി കാണാൻ കഴിയും. ചിലരിൽ ദാരിദ്ര്യവും നിസ്സഹായതയും തന്നിമിത്തം പരാശ്രയ ജീവിതവും അനുഭവപ്പെടുന്നുണ്ട്. ജീവിതത്തിൽ മനക്ലേശം ഒഴിഞ്ഞ സമയം വളരെ കുറച്ചു മാത്രമേ കണ്ടെന്നു വരികയുള്ളൂ. ആരോഗ്യവും മിക്കവാറും കുറയും. തൃക്കേട്ട നാളുകാരികൾക്ക് കാരണം കൂടാതെ ഉള്ളതും അയഥാർത്ഥ്യങ്ങളുമായ അപവാദാരോപണങ്ങളാണ് ജീവിതത്തിൽ അധികം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഇവർ കഴിവതും ഇട കൊടുക്കാതെ സൂക്ഷിക്കണം. ഈ വക കാര്യങ്ങളായിരിക്കും ഇവരുടെ മനസ്സിനെ കൂടെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗർഭാശയ സംബന്ധമായ ഏതെങ്കിലും രോഗം ഏറെക്കുറെ ഇവരിൽ പ്രകടമായിരിക്കും. ശത്രുക്കളോടുള്ള പ്രതികാര പ്രവർത്തനങ്ങൾക്കും ലോഹകർമ്മങ്ങൾക്കും ശില്പവേലകൾക്കും എണ്ണ, കുഴമ്പ് മുതലായവ കാച്ചിയരിക്കുന്നതിനും ഈ നക്ഷത്രം സ്വീകാര്യമാണ്. ഇവരുടെ ജനനം ബുധദശയിൽ, അത് 9 വയസ്സുവരെ സാമാന്യമായ കണക്കാണ്. തുടർന്ന് 7 വർഷം കേതുവിൻ്റെയും 20 വർഷം ശുക്രൻ്റെയും 6 വർഷം ആദിത്യൻ്റെയും 10 വർഷം രാഹുവിൻ്റെയും 16 വർഷം വ്യാഴത്തിൻ്റെയും ഉൾപ്പെടെ 93 വയസ്സുവരെ ദശാകാലങ്ങൾ നടക്കുന്നു. പ്രതികൂല നക്ഷത്രങ്ങൾ: പൂരാടം, തിരുവോണം, ചതയം, മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ 3 പാദങ്ങൾ. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച 1-ാമത്തെ വയസ്സിലും 4-ലും ഉദരവ്യാധി അല്ലെങ്കിൽ നേത്രരോഗത്താലും, 7-ൽ നായ്ക്കടിയാലും, 13-ൽ വിഷത്താലും, 16-ൽ എരിവാലും, 20-ൽ നീരാലും, 22-ൽ സ്ത്രീകളാലും, 30-ൽ ഉദരരോഗത്താലും, 50-ൽ ചിരങ്ങ്, നേത്രരോഗം ഇവയാലും, 63-ൽ ശ്വാസവികാരങ്ങളാലും, വയറ്റുവേദനയാലും അരിഷ്ടതകൾ ഉണ്ടാകും. ഈ സന്ധികൾ മാറിക്കിട്ടുന്ന പക്ഷം 90-ാമത്തെ വയസ്സിൽ വൃശ്ചിക മാസം അപരപക്ഷം ത്രയോദിവസം ചൊവ്വാഴ്ച കേട്ട നക്ഷത്രം ഉദിച്ച് 40-ാം നാഴികയ്ക്ക് ശ്വാസകാരണത്താൽ ആപത്തു സംഭവിക്കും. ഇവർ ശുക്രൻ, വ്യാഴം, സൂര്യൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. കേട്ട, രേവതി, ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനവും മറ്റു പൂജാതി കാര്യങ്ങളും നടത്തുക. ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കുന്നതും ഉത്തമമായിരിക്കും. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, ഭാഗവത പാരായണം തുടങ്ങിയവ ഫലപ്രദമാണ്. തൃക്കേട്ടയും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ ശാന്തികർമ്മങ്ങളും വ്രതവും അനുഷ്ഠിക്കുക. ഇവർ രാജ്യാധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതാണ്. ജാതകത്തിലെ കുജസ്ഥിതി അനുസരിച്ച് സുബ്രഹ്മണ്യനെയോ ഭദ്രകാളിയെയോ ഭജിക്കുക. പച്ച, ചുവപ്പ് എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായിരിക്കും.